പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സെമിനാരികളിൽ പഠിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾ, അതായത് ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പിന്നെ ദൈവശാസ്ത്രം പഠിച്ചു കഴിഞ്ഞ് പട്ടം സ്വീകരിച്ച് കഴിഞ്ഞിട്ടും വിവാഹത്തിലേക്ക് പോകുന്നവർ, ഇവരിങ്ങനെയൊക്കെ പോകാനുള്ള പ്രധാന കാരണം എന്നാ? അതിൻ്റെ ബേസിക് റീസൺ എന്ന് വെച്ചാൽ, ഇവർ തിയോളജി പഠിക്കുമ്പോൾ ക്രിസ്റ്റോളജി പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ക്രിസ്റ്റോഫനി എന്താണെന്ന് ഇവർ അറിയുന്നില്ല, പഠിക്കുന്നില്ല. അതായത് ക്രൈസ്റ്റിനെ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. ക്രിസ്റ്റോഫനി, അതായത് ക്രൈസ്റ്റ്, ദ അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ക്രിസ്റ്റോഫനി ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാനസാന്തരത്തിലേക്ക് വരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ടൊരു ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അതായത് ഈശോയുടെ കരുണയുടെ ചിത്രത്തിൽ നിന്നും തീപ്പൊരി തെറിക്കുന്നതായിട്ട് എനിക്ക് നേരിട്ട് യുക്തി കൊണ്ട് എനിക്ക് ബോധ്യപ്പെടാൻ പറ്റി. അപ്പോൾ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നോവിഷ്യറ്റ് പഠിക്കുമ്പോൾ തന്നെ അവരെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നയിക്കണം. അവർ ബൈബിൾ കെട്ടിപ്പിടിച്ച് കിടക്കാനൊക്കെ ആയിട്ട് ഇടവരണം. ഒരു വൈകാരിക ബന്ധം ദൈവവുമായിട്ട് ഉണ്ടാകാൻ ഇടയാക്കണം. ശ്രദ്ധിക്കണേ, ഒരു വൈകാരികമായ ബന്ധം ദൈവമായിട്ട് നോവിഷ്യറ്റ് പഠിക്കുമ്പോൾ തന്നെ ഉണ്ടാകാനായിട്ട് ഇടയാകണം. ഞാനൊരു ആശ്രമത്തിൽ കപ്പിയരായിട്ട് നിൽക്കുമ്പം അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അച്ഛന്മാർ ഡയലോഗ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എൻ്റെ കോളേജിലെ പ്രിൻസിപ്പൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് യോജിക്കാനായില്ല. ഞാൻ പെട്ടെന്ന്, എനിക്ക് സംയമനം പാലിക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. അതിൻ്റെ കാരണം എന്താ? എന്നെ സംബന്ധിച്ച് എനിക്ക് വൈകാരികമായൊരു ബന്ധമുണ്ട്. പിറ്റേ ദിവസത്തെ കുർബാനയിൽ ആ അച്ഛൻ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ്, അവന് ഭ്രാന്താണ്. അത് എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാ. അപ്പം ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അത് അപ്പസ്തോല പ്രവർത്തനത്തിലെ 2ാം അധ്യായത്തിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ടിട്ട് പറയുന്നില്ലേ ആളുകൾ, പുതുവീഞ്ഞ് കുടിച്ച് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. പുതുവീഞ്ഞ് എന്താ? പുതുവീഞ്ഞ് അത് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രതീകമായിട്ട് വേണം നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 2ാം അധ്യായത്തിൽ കാണുവാനായിട്ട്. അപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള വൈകാരിക ബന്ധം, കർത്താവുമായുള്ള സംയോജനം, ഇതെപ്പോഴാണ് സെമിനാരിയിൽ നടപ്പിലാക്കേണ്ടത്? നോവിഷ്യറ്റ് പഠിക്കുമ്പോൾ തന്നെ. അല്ലാതെ തിയോളജി പഠിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിയോളജി പഠിക്കാൻ പറ്റിയ സമയം തന്നെ നോവിഷ്യറ്റ് സമയം തന്നെയാണ്.